ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ അനീഷ് ശരിക്കും പറഞ്ഞാൽ അനീഷിന്റെ ലൈഫ് സ്റ്റോറി പറയാൻ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ബിഗ് ബോസ് അത് ഭയങ്കരമായിട്ട് സ്റ്റോപ്പ് ചെയ്തു. എന്താണെന്ന് അറിയാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണണമെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സീസണിൽ അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാരണം ഒരു സാധാരണക്കാരൻ എന്ന് പറഞ്ഞ് വന്നിട്ട് കഴിഞ്ഞ സീസണിലൊക്കെ വന്ന ആളെ കാട്ടിയും വന്ന വ്യക്തിയെ കാട്ടിയും നമുക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്തായാലും അനീഷിനെ തന്നെയായിരിക്കും. എന്നാൽ അനീഷ് വന്നപ്പോൾ തന്നെ ലാലേട്ടൻ ഒരു സ്ത്രീ വിരുദ്ധൻ എന്ന് പറഞ്ഞു കൊണ്ടുവന്നു. എന്നിട്ട് ഒരു ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഡിവോഴ്സിന് ശേഷം ഒരു പുരുഷൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അന്ന് സൂചിപ്പിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു സ്ത്രീയുടെ വിഷമങ്ങൾ മാത്രമേ എല്ലാവരും കാണിക്കാറുള്ളൂ. അതായത് ഡിവോഴ്സ് എന്ന് പറയുന്നത് ഒരു സ്ത്രീക്ക് മാത്രമാണ് വേദന എന്നുള്ള രീതിയിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ആണുങ്ങൾക്കും അതിനകത്ത് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് എന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ട് കടന്നു വന്ന ഒരു വ്യക്തിയാണ് അനീഷ്. പക്ഷെ ഇന്നത്തെ ദിവസം സത്യത്തിൽ അനീഷിന്റെ സംസാരം കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നി. കാരണമുണ്ട്. ശരിക്കും പറഞ്ഞാൽ അനീഷ് ഈ ഒരു ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, ഒരുപാട് മാറ്റങ്ങൾ ലൈഫിലും അതുപോലെ തന്നെ സ്വഭാവത്തിലും കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളത് ഉറപ്പുണ്ട്. ഇനി ആക്ടിവിറ്റിയിലേക്ക് കിടക്കുകയാണെങ്കിൽ ബിഗ് ബോസ് ഇത്തവണത്തെ മോർണിംഗ് ആക്ടിവിറ്റി കൊടുത്തത് ഇവരോട് ഓരോരുത്തരോടും അവർ ചിലവഴിച്ച ഏറ്റവും വലിയ ഒരു സാധനത്തിന് വേണ്ടി ചിലവഴിച്ച ഒരു കാര്യം, അതായത് ഇപ്പോൾ ഫ്ലാറ്റ് മേടിക്കുക, കാർ മേടിക്കുക, അല്ലെങ്കിൽ ഒരു വാച്ച് ആണെങ്കിൽ വാച്ച് മേടിക്കുന്നതിന് പോലും അതെങ്ങനെയാണ് ആ ഒരു കാശ് നിങ്ങൾ ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ആക്ടിവിറ്റി പറയുമ്പോൾ തന്നെ അനീഷിന്റെ വിവാഹം മാത്രമേ ഓർമ്മയുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഒരു സാധാരണക്കാരന് സ്വന്തം വിവാഹം വലിയ ആർഭാടമായിട്ട് നടത്തുക, ഭയങ്കരമായിട്ടും എല്ലാവരെയും അറിയിച്ച് നടത്തുക എന്നുള്ള ഒരു വലിയ കാര്യം, അത് അനീഷ് അങ്ങനെ ഒരു വ്യക്തി ആയിരുന്നു. വിവാഹത്തിന് വേണ്ടി വലിയൊരു കാർ മേടിച്ചു, അങ്ങനെ വലിയ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഡ്രോൺ ഉൾപ്പെടെയുള്ള വലിയ ആഘോഷമായിരുന്നു അദ്ദേഹത്തിന്റെ വിവാഹം എന്ന് പറഞ്ഞിട്ട് അതിനെ ഭയങ്കരമായിട്ട് എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞതിന് ശേഷം അവസാനം പറഞ്ഞത് ആ കാശ് അത്രയും ഇന്ന് തിരിഞ്ഞു ചിന്തിക്കുമ്പോൾ വെറുതെ ആയിപ്പോയി. കാരണം ആ വ്യക്തിയുടെ വിവാഹ ബന്ധം അതിന്ന് വേർപെട്ടിരിക്കുകയാണ്. ഒരു ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അനീഷ്. സോ അതുകൊണ്ട് തന്നെ ഒരു വിഷയത്തിന് വേണ്ടി കാശ് ഒരുപാട് നമ്മൾ ചിലവാക്കുമ്പോൾ എപ്പോഴും ആലോചിക്കുക എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ അനീഷ് ആദ്യം ഈ ഒരു വിവാഹത്തെക്കുറിച്ചും വിവാഹമോചനത്തെക്കുറിച്ചും ഒക്കെ പറയുന്ന ആ ഒരു രീതിയിലേക്ക് വന്നപ്പോഴത്തേക്കും ബിഗ് ബോസ് പറയുന്നുണ്ട് അനീഷ് ടാസ്ക് മനസ്സിലാക്കി സംസാരിക്കുക എന്ന്. അതായത് സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഈ ഒരു ടാസ്ക് എന്ന് പറയുന്നത്, നിങ്ങൾ വാങ്ങിച്ച ഒരു കാറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി, നിങ്ങൾ ഒരുപാട് കാശ് കൊടുത്ത് വാങ്ങിച്ച ഒരു പ്രോപ്പർട്ടി, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ട ആ ഒരു കാശിന് വേണ്ടി കഷ്ടപ്പെട്ട വഴികളെ കുറിച്ചൊക്കെയാണ് പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അനീഷ് ഇവിടെ ഉദ്ദേശിച്ചതും പറഞ്ഞതും എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വിവാഹ ജീവിതത്തെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ബിഗ് ബോസ് ഇടയ്ക്ക് കയറി സംസാരിച്ചത് കൊണ്ട് തന്നെ അനീഷ് ശരിക്കും പറഞ്ഞാൽ ആ വിവാഹ ജീവിതത്തെക്കുറിച്ച് ഒരുപാടൊന്നും പറഞ്ഞില്ല. ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, ഏറ്റവും കൂടുതൽ ചിലവാക്കേണ്ടി വന്നത് അല്ലെങ്കിൽ ചിലവഴിച്ചത്, ആർഭാടമാക്കിയത് വിവാഹ ജീവിതത്തിന് വേണ്ടിയിട്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു വിവാഹം എന്ന് പറയുന്ന ആ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടായിരുന്നു. അതൊരു തെറ്റായിരുന്നു എന്ന് അനീഷിന് ബോധ്യമായി. അത് ഒരു നല്ലൊരു വ്യൂ പോയിന്റ് അല്ലെങ്കിൽ ഒരു നല്ലൊരു മെസ്സേജ് കൊടുത്തിട്ടാണ് അനീഷ് അവിടെ നിന്ന് പോകുന്നത്. എങ്കിൽ കൂടിയും നിങ്ങൾ ഇത് കേട്ടിരുന്നപ്പോൾ, ലൈവ് കേട്ടിരുന്നപ്പോൾ നിങ്ങൾക്ക് തോന്നിയോ, നിങ്ങൾ ആഗ്രഹിച്ചോ അനീഷിന്റെ ആ ഒരു കുടുംബ ബന്ധത്തെ കുറിച്ച് കേൾക്കാൻ? ആകെ കൂടി അനീഷ് ബിഗ് ബോസ് സ്റ്റോപ്പ് ചെയ്തിട്ടും അനീഷ് പറഞ്ഞത് ഒറ്റ കാര്യമാണ്, ആ വിവാഹമോചനം അതിൽ തൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് നിന്ന വ്യക്തിയുടെ ഭാഗത്തും തെറ്റുണ്ട്. പക്ഷെ അതിലേക്ക് കടക്കുന്നില്ല. ഈ ഒരു വിവാഹമായിരുന്നു താൻ ഏറ്റവും കൂടുതൽ കാശ് ചിലവഴിച്ചത് എന്ന് പറഞ്ഞ് നിർത്തുകയാണ് അവസാനം അനീഷ് ചെയ്തത്. ആർക്കും മറ്റൊരാളുടെ വീട്ടിൽ അല്ലെങ്കിൽ മറ്റൊരാളുടെ ജീവിതത്തിൽ എന്ത് നടന്നു എന്ന് കാണാൻ, ഒന്ന് എത്തി നോക്കാൻ എല്ലാവർക്കും ഒരു കൊതിയൊക്കെ ഉണ്ടാകും. പക്ഷെ എനിക്ക് തോന്നുന്നു അനീഷിന്റെ ജീവിതം എന്തോ ആയിക്കോട്ടെ, അനീഷിന്റെ പ്രീവിയസ് ആയിട്ടുള്ള ആ ഒരു വിവാഹ ബന്ധത്തിൽ ആരോ ആയിരുന്നോട്ടെ, പക്ഷെ ഇനി അനീഷിനൊരു നല്ല ജീവിതം എന്തായാലും ലൈഫിൽ കിട്ടട്ടെ. കാരണം എന്ന് വെച്ചാൽ ഒരു പാർട്ട്ണറൊക്കെ ഉള്ള ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലവബിൾ ആയിട്ടുള്ള ഒരു ലൈഫ് എലോൺ ലൈഫിനെക്കാട്ടിയും അടിപൊളിയാണ്. പക്ഷേ ഈ കൂടെയുള്ള പാർട്ട്ണർ എന്ന് പറയുന്നത് അത്ര അടിപൊളി ആയിരിക്കണം. നമ്മുടെ മൈൻഡ് മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ മ്യൂച്വലായിട്ട് നമ്മുടെ മനസ്സിലാക്കുക എന്ന് പറയരുത്, നമ്മുടെ ഓപ്പോസിറ്റ് ആളുടെ മനസ്സ് നമുക്കും മനസ്സിലാക്കാൻ പറ്റണം. സോ അതുകൊണ്ട് തന്നെ ഇപ്പം അനീഷിനെ എല്ലാവർക്കും അറിയാം. അനീഷിന്റെ ഒരു ഇറിറ്റേറ്റഡ് ക്യാരക്ടർ നമുക്ക് ഊഹിക്കാം. അനീഷ് ഈ പറയുന്ന രീതിയിലാണ് റിയൽ ലൈഫിൽ പെരുമാറുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമുക്കൊരു ഒരാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ഭ്രാന്ത് പിടിക്കും, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. പക്ഷെ അതല്ലാതെ ഒരു ജെന്യുവിൻ ആയിട്ടുള്ള, ഒരു സത്യസന്ധനായിട്ടുള്ള ഒരു കഥാപാത്രം, ഒരു ക്യാരക്ടർ എന്ന് വേണമെങ്കിൽ പറയാം, ഒരു പേഴ്സണാലിറ്റി, അത് അനീഷിന് എന്തായാലും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നോ അനീഷിന്റെ ആ ഒരു പേഴ്സണൽ സ്റ്റോറി കേൾക്കാൻ വേണ്ടിയിട്ട്? അത് നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ സീരിയൽ ഗ്രാൻഡ്മ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.